പാലക്കാട്ടെ വിപണിയിലേക്ക് കൂടി പോകാം. അവിടെ വലിയങ്ങാടിയിലെ പടക്കക്കടകളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് ശിവകാശിയിലെ വിലയ്ക്ക് ഇവിടെ പടക്കം ലഭിക്കുമെന്നതാണ് ഈ വലിയങ്ങാടിയിലെ ഹോൾസെയിൽ കടകളിലെ പ്രത്യേകത. AI ഓലപ്പടക്കം ഉൾപ്പെടെയാണ് ഇത്തവണ വിപണിയിലെ താരം. ലോകമെങ്ങുമുള്ള മലയാളികൾ വീണ്ടും ഒരു വിഷുപ്പുലരി കണി കണ്ടുണരാൻ ഒരുങ്ങുമ്പോൾ പടക്ക വിപണികളിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. പാലക്കാട് വലിയങ്ങാടിയിലെ പടക്ക വിപണികളിൽ ഈ മാസം ആദ്യം മുതൽക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് ശിവകാശിയിലെ വിലയിൽ പടക്കങ്ങൾ ലഭിക്കുമെന്നതാണ് വലിയങ്ങാടിയിലെ പ്രത്യേകത. മൊത്തവിലയ്ക്ക് പടക്കം ലഭിക്കുമെന്നതിനാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ വലിയങ്ങാടിയിൽ പടക്കം വാങ്ങാൻ എത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടുന്നാണ് വാങ്ങുന്നത്. അപ്പോൾ നല്ല പടക്കങ്ങളാണ്. ഞങ്ങൾ പൊതുവേ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുന്ന് വാങ്ങുന്നത്. ഇവിടെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ വർഷം ഇവിടെ ആണ് എടുക്കാൻ വരാറ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടാറുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, വെറൈറ്റീസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നു. പൂക്കുറ്റി, തോക്കിൻ്റെ പൊട്ടിക്കുന്ന സാധനം, വിഷുചക്രം, അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു. എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് എടുക്കാറ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, മോശം ഉണ്ടാവാറില്ല. നമ്മൾ ഹാപ്പിയാണ്. AI ഓലപ്പടക്കമാണ് ഇത്തവണ വിപണിയിലെ താരം. അതിനു പുറമെ കൈ പൊള്ളാത്തതും ചൂടേൽക്കാത്തതുമായ വ്യത്യസ്ത തരം മത്താപ്പ്, കമ്പിത്തിരികൾ, കയ്യിൽ പിടിച്ചു പൊട്ടിക്കാവുന്ന ഷോട്ടുകൾ എന്നിവയും പുത്തൻ ട്രെൻഡാണ്. വെറൈറ്റീസ് പഴയ പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അതിൽ പുതുമ പൂക്കുറ്റിയിലൊക്കെ വെറൈറ്റി ഫൗണ്ടെയിൻസ്, അതുപോലെ ചക്കറൊക്കെ ബക്കറ്റ് ചക്കരം തന്നെ മേലൊക്കെ ഇറങ്ങുന്നത്, പൂക്കുറ്റിയും ചക്കർ ഒരുമിച്ച് ഇറങ്ങുന്നത്, അതുപോലെ മയിൽ, ഓലപ്പടക്കൊക്കെ വെറൈറ്റി AI ഓലപ്പടക്കം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ ടൈപ്പ്. പിന്നെ ഷോട്ടിൽ 30 ഷോട്ടൊക്കെ പഴയ പോലെയല്ല. പണ്ട് പറഞ്ഞാൽ എല്ലാവരും പൂക്കുറ്റി ചക്കരം കമ്പിത്തിരിയോടെ കഴിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരും ഷോട്ട്, സ്കൈ ഷോട്ട്, മാലപ്പടക്കം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കുന്നുണ്ട് വിഷു. ശിവകാശിയിലെ പടക്ക ഫാക്ടറികളുടെ സമരവും മറ്റും മുൻ വർഷങ്ങളിൽ പടക്ക വിപണികൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇത്തവണ മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. ജനം, പാലക്കാട്.